RSS മുൻ പ്രാന്ത സംഘചാലക് PB മേനോന്റെ സംസ്കാരം ഇന്ന്. പൊതുദർശനമുണ്ടായിരുന്നു. വിദ്യാപീഠത്തിൽ പൂർണ്ണ നദിയുടെ തീരത്തായിരുന്നു അദ്ദേഹം അന്ത്യവിശ്രമ സ്ഥലം ഒരുങ്ങുന്നത്. ഇവിടെ തന്നെയായിരുന്നു പൊതുദർശനം ഉണ്ടായിരുന്നത്. ഇവിടെയും സംഘ കാര്യകർത്താക്കളും സംഘപ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ ഇവിടെ വന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ചടങ്ങുകൾ നടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ചടങ്ങുകൾ നടക്കുന്നു. ഈ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മറ്റു സംസ്കാര ചടങ്ങുകൾക്കായി മാറ്റും. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ മാധവ്ജി അടക്കം ഉറങ്ങുന്ന മണ്ണിനരികിൽ തന്നെയാണ് PB മേനോൻ സാറിനും അദ്ദേഹത്തിന്റെയും അന്തിമ വിശ്രമം കൊള്ളുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലും ഒപ്പം തന്നെ ആലുവ ടൗൺ ഹാളിലുമായി നിരവധി ആളുകളാണ്, സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ ഉള്ള നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തന്നെ അവർക്കെല്ലാം ഒരു മാർഗദർശിയാണ് മേനോൻ സാർ. ഒരേ സമയം അവരുടെ സംഘ വഴികളിൽ മാത്രമല്ല, സേവന വഴികളിൽ കൂടി എങ്ങനെ മുന്നേറണം, എങ്ങനെ മുന്നോട്ട് പോകണം, സേവനത്തിന്റെ പാതയിലേക്ക് അവർക്ക് ഓരോരുത്തർക്കും പ്രചോദനമായി മാറിയത് മേനോൻ സാർ തന്നെയായിരുന്നു. നേരത്തെ അദ്ദേഹത്തെ അനുസ്മരിച്ച കാവ സുരേന്ദ്രൻജി ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒപ്പം തന്നെ SR കുമാർ സാർ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അല്പസമയം ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മഹത്തായ ആദർശം അവരിലേക്ക് കൂടി പകർന്നു നൽകാൻ കഴിഞ്ഞു PB മേനോൻ സാറിന് എന്നതാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഒരാളോട് അല്പസമയം സംസാരിക്കുന്ന നേരം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആദർശങ്ങൾ അത് മറ്റൊരാളിലേക്ക് സ്വീകരിക്കപ്പെടുന്നു. അത്ര ലളിതമായി ആശയ സംവാദത്തിന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നാണ് ഓരോരുത്തരും അനുസ്മരിച്ചത്. മാത്രമല്ല, സംഘപ്രവർത്തന കാലയളവിലെല്ലാം എത്രമാത്രം വലിയ കാര്യങ്ങളായിരുന്നു അദ്ദേഹം സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ചെയ്തത്, ആ സംഭാവനകൾ എത്രമാത്രം വലുതായിരുന്നു എന്നത് തന്നെ സംഘ കാര്യകർത്താക്കളുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകും. സംഘത്തിന് സ്വന്തമായി കാര്യാലയങ്ങളോ മറ്റ് സംഘ അനുബന്ധ സ്ഥാപനങ്ങൾക്ക് ഓഫീസുകളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അതെല്ലാം സ്വന്തം നിലയിൽ സ്വന്തമായ ഒരു ഓഫീസ്, സ്വന്തമായ കെട്ടിടങ്ങൾ എല്ലാത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങിയ അത് PB മേനോൻ സാർ ആയിരുന്നു. നിരവധി സേവന സംഘടനകൾക്ക് അദ്ദേഹം രൂപം നൽകി. ആ സംഘടനകൾക്ക് രൂപം നൽകി നിൽക്കുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ ഘട്ടത്തിലും അദ്ദേഹം അതിന് മാർഗനിർദ്ദേശം നൽകി, ഓരോ ഘട്ടത്തിലും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ സംഘപ്രവർത്തകർക്ക് ഒരേ സമയം ദീപമായും ഒപ്പം തന്നെ മാർഗദർശകനായും ഉപദേശകനായും എല്ലാം തന്നെ മാറുന്ന മേനോൻ സാറിനെ ആയിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും അവസാന സമയത്ത് ഈ ശാരീരിക ആവശ്യതകൾ ഏറ്റവും കൂടിയ സമയത്തൊഴികെ മറ്റെല്ലായ്പ്പോഴും പൊതുപ്രവർത്തനത്തിൽ സജീവമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു അദ്ദേഹം തയ്യാറായിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു മേനോൻ സാറ് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ, സംഘം ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ, സംഘവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, സേവനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ഇച്ഛാശക്തി അത് തന്നെയായിരുന്നു മേനോൻ സാറിനെ വ്യത്യസ്തനാക്കിയതും. ആൾക്കൂട്ടത്തിൽ അദ്ദേഹം എന്നും വേറിട്ട് നിന്നു. എല്ലായ്പ്പോഴും ആരാധ്യനായ ഒരു മനുഷ്യനായി മേനോൻ സാറ് മാറി നിന്നു. അധികം ആരിലും ഇല്ലാത്ത ഒരു വ്യക്തിപ്രഭാവത്തിനുടമ കൂടിയായിരുന്നു PB മേനോൻ സാർ. അദ്ദേഹത്തിന് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടോ വിവിധ ക്ഷേത്ര സംഘടനകളിൽ നിന്നുള്ള ആളുകളോ മാത്രമായിരുന്നില്ല. എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ, സംഘടനാ ഭേദങ്ങളില്ലാതെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ആയിരങ്ങൾ നൽകുന്ന സാക്ഷ്യം എന്ന് പറയുന്നതും അതുതന്നെയായിരുന്നു. PB മേനോൻ സാറ് പൊതുപ്രവർത്തന രംഗത്ത് ആരായിരുന്നു, അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തായിരുന്നു, അദ്ദേഹത്തെ എങ്ങനെയാണ് ചരിത്രം അടയാളപ്പെടുത്തുക, അദ്ദേഹത്തെ എങ്ങനെയാണ് മനസ്സുകളിൽ അടയാളപ്പെടുത്തിയിരുന്നത് എന്നതെല്ലാം വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു PB മേനോൻ സാറിന് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയും യാത്രയാക്കുന്നതിന് വേണ്ടിയും എത്തിയ വലിയ ഒരു ജനസഞ്ചയം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിലും ഒപ്പം തന്നെ പൊതുദർശനത്തിന് വെച്ച ആലുവ ടൗൺ ഹാൾ പരിസരത്താണെങ്കിലും
ഏറ്റവും ഒടുവിൽ തന്ത്രവിദ്യാപീഠത്തിന്റെ ആസ്ഥാനത്താണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തെ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വിട ചൊല്ലുന്നതിനും വേണ്ടി എത്തിയിരിക്കുന്ന ഒരു ആൾക്കൂട്ടം. അവർ ഏതെങ്കിലും സമയങ്ങളിൽ അദ്ദേഹവുമായി അടുത്തിടപഴകിയ ആളുകളായിരുന്നു. ഏതെങ്കിലും സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അദ്ദേഹത്തിന് വഴികാട്ടിയായി അദ്ദേഹത്തിന് പിന്നാലെ നടന്ന ആളുകളായിരുന്നു. അദ്ദേഹത്തിന്റെ മാർഗ വഴികളിലൂടെ ചലിച്ച് മുന്നോട്ട് പോയ ആളുകളായിരുന്നു. അത് തന്നെയാണ് PB മേനോൻ സാർ എന്ന പ്രിയ സംഘപ്രവർത്തകരുടെ PB മേനോൻ എന്ന സംഘപ്രവർത്തകരുടെ മേനോൻ സാറിനെ വേറിട്ട വ്യത്യസ്തരാക്കുന്നത്, മനസ്സുകളിൽ ഇടം നേടുന്ന ഒരു വ്യക്തിത്വമാക്കുകയും ചെയ്യുന്നത്. തന്റെ പ്രവർത്തന തിരക്കുകൾക്കിടയിലും അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് രംഗത്ത് വലിയ ഒരു പേര് സമ്പാദിച്ച ആള്. അതുകൊണ്ട് തന്നെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക്, പ്രൊഫഷണലായ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും സംഘപ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം സമയം മാറ്റിവെച്ചു. സംഘപ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി ഏത് തിരക്കുകൾക്കിടയിലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തുന്നത് സംഘപ്രവർത്തകരാണ് എങ്കിൽ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവരോട് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുമായിരുന്നു. അതിന് പരിഹാരം എന്താണെന്ന് നിർദ്ദേശിക്കുമായിരുന്നു. അതിനുവേണ്ടി ശ്രമിക്കുമായിരുന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കർമ്മയോഗി, പകരം വയ്ക്കാനില്ലാത്ത നിഷ്ഠകൾ അനുഷ്ഠിച്ചു വന്ന ഒരു ജിജീഷ് കർമ്മയോഗി. തുടരുക. നമുക്ക് ഉത്സാഹിയായ ഒരു സ്വയം സേവകനെയാണ് നഷ്ടപ്പെട്ടത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ ഒരു നല്ലൊരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. അന്തരിച്ച PB മേനോൻ സാറിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ് കേൾക്കാൻ സാധിക്കുമെങ്കിൽ സംസ്കാര ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? എപ്പോഴായിരിക്കും സംസ്കാരം പൂർത്തിയാവുക? 3 മണിയോടുകൂടി തന്നെ PB മേനോൻ സാർ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. പൂർണ്ണനദീ തീരത്ത് ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ പൂർണ്ണ നദിയുടെ തീരത്താണ് PB മേനോൻ സാറിന് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. തന്ത്രവിദ്യാപീഠം അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും മാറ്റിവെച്ചത് തന്ത്രവിദ്യാപീഠത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടിയായിരുന്നു. എന്തെല്ലാം മാറ്റങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ തന്ത്രവിദ്യാപീഠം, വേദങ്ങളും മന്ത്രങ്ങളും എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ തുറന്നിട്ട് നൽകിയ തന്ത്രവിദ്യാപീഠം, അങ്ങനെ സമൂഹത്തിൽ ഒരു ഒരുമയുടെ കാഹളം മുഴക്കിയ ആ തന്ത്രവിദ്യാപീഠം സമൂലമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട, പലപ്പോഴും പുരോഗമനം പറയുന്ന പല സംഘടനകളും ചെയ്യാത്ത കാര്യങ്ങൾ അത് സംഘപ്രവർത്തകർ യാഥാർത്ഥ്യമാക്കിയതിന്റെ ദൃഷ്ടാന്തമായിരുന്നു ഈ തന്ത്രവിദ്യാപീഠം എന്ന് പറയുന്നത്. ആ തന്ത്രവിദ്യാപീഠത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ, അതിന്റെ മുൻനിരക്കാരിൽ ഒരാളായിരുന്നു PB മേനോൻ സാർ. ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവൻ വിടിഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യസമയങ്ങളിൽ അദ്ദേഹം വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നു. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയ ഒരുപാട് പേർ, അവർ ആ തന്ത്രവിദ്യാപീഠത്തിന്റെ മണ്ണിൽ വെച്ച് ആ തന്ത്രവിദ്യാപീഠത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മേനോൻ സാറിനെ ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തി. അതിനുശേഷം ആ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നതിന് ശേഷം തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുക, ചിതയിലേക്ക് എടുക്കുക. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം അപ്പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. സ്വർഗീയ മാധവ്ജിയുടെ ഓർമ്മകൾ കൊള്ളുന്ന അദ്ദേഹം ഉറങ്ങുന്ന മണ്ണിൽ തന്നെയാണ് PB മേനോൻ സാറും. മാധവ്ജിയുടെ പ്രേരണയാൽ സംഘപ്രവർത്തനങ്ങളിലേക്ക് സേവന പ്രവർത്തനങ്ങളിലേക്ക് എത്തിയ മാധവ്ജിയുടെ പ്രഭാഷണവും പ്രസംഗങ്ങളും കേട്ട് സംഘ വഴി തെരഞ്ഞെടുത്ത ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകനായി, അതിന്റെ ഭാരവാഹിയായി, പിന്നീട് സംഘത്തിനായി ജീവിതം മാറ്റിവെച്ച PB മേനോൻ സാർ എന്ന അതുല്യ വ്യക്തിത്വം, അദ്ദേഹം കൂടി ഓർമ്മയാകുമ്പോൾ അദ്ദേഹവും ആ പൂർണ്ണനദി തീരത്ത് തന്റെ ഗുരുവിന് ജിജീഷ്, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണല്ലേ ഒഴുകിയെത്തുന്നത്? ഇപ്പോഴും അത് തീർച്ചയായും പല ഭാഗങ്ങളിൽ നിന്ന്, സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന്, കാരണം രാവിലെ മുതൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ എത്തിയിരുന്നു. അത് ആദ്യം വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലായിരുന്നു. അവിടെ സംഘത്തിന്റെ കാര്യകർത്താക്കളടക്കം, വിവിധ ചുമതലകൾ വഹിക്കുന്നവരടക്കം, സംഘപ്രവർത്തകരടക്കമുള്ള ആളുകൾ, കാരണം സാധാരണ സംഘപ്രവർത്തകരുമായി അടക്കം ഒരു ചുമതലകൾ വഹിക്കുമ്പോൾ, ഉയർന്ന പദവികൾ വഹിക്കുമ്പോൾ ആ പദവികളുടെ തലക്കരം ഒരിക്കലും അദ്ദേഹത്തെ
അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല PEB മേനോൻ. സംഘത്തിന്റെ എല്ലാവരെയും പോലെ തന്നെ, അല്ലെങ്കിൽ സംഘം പകർന്നു നൽകിയ ആശയം, ആദർശം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ കാര്യകർത്താക്കളെയും പോലെ തന്നെയായിരുന്നു